أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم ഇന്നക ഹമീദും മജീദ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്താണ്. അത് ഇന്നിപ്പോൾ ഇവിടെ എടുക്കാൻ ഉണ്ടായ കാരണം, ഒരു മൈത്രേയൻ എന്ന് പറഞ്ഞൊരു നിരീശ്വരവാദി മൂപ്പര് ഖുറാനിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ, യേശു ക്രിസ്തു പറഞ്ഞ പോലെ അയൽവാസികളെ സ്നേഹിക്കണമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ കാണിച്ചു തരേ എന്നൊക്കെ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ടായി. അപ്പോൾ അവിടെ ഒന്നും മിണ്ടുന്നില്ല. അതൊക്കെ മൈത്രേയൻ്റെ ആൾക്കാരാവും. മൈത്രേയൻ അള്ള പറഞ്ഞ ഇബ്ലീസിൻ്റെ സന്തതികളിൽ പെട്ടവനാണ്. അപ്പോൾ പടച്ചോൻ ആളുകളെ പഴപ്പിക്കാൻ വേണ്ടി അവനെ നിയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവൻ്റെ ജോലി അവൻ ചെയ്യുന്നു. പക്ഷേ ഇതിപ്പോൾ അവനുള്ള മറുപടി അല്ല. പക്ഷേ അവൻ്റെ ആ വീഡിയോ കണ്ടിട്ട് പലരും, ചിലരെങ്കിലും വിവരമില്ലാത്ത ചിലരെങ്കിലും മറിച്ച് ചിന്തിച്ചുകൂടാന്നില്ല. അവൻ പറഞ്ഞത് ശരിയല്ലേ, ഖുർആനിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അപ്പോൾ അത് അങ്ങനത്തെവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആയത്ത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം അയൽവാസികൾക്ക് ഗുണം ചെയ്യണം എന്നുള്ള ഒരു ആയത്താണത്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ആയത്ത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബി വബിനസ് സബീലി വമാ മലക്കത് അയ്മാനുക്കും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അപ്പോൾ ഇതാണ് ആ ആയത്ത്. ഇത് കുറച്ച് വലിയ ആയത്തായതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ 4-5 സ്ലൈഡിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ലൈഡും ഞാൻ ആയത്തിൻ്റെ അർത്ഥം ഇവിടെ എഴുതുന്ന അത് ഞാൻ ആ ബ്ലൂ നിറത്തിൽ കാണിച്ചിട്ടുണ്ട്. അത്രയും ഭാഗമാണ് ഓരോ സ്ലൈഡിലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ മൈത്രേയൻ്റെ ആ യൂട്യൂബ് പ്രസംഗം ഒന്ന് കേൾക്കാം. അപ്പോഴാണ് അതിന് കൂടുതൽ ഒരു ഇത് കിട്ടുക. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഖുറാനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ, കീഴടങ്ങാനല്ലാത്ത ഒരു വരി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. അപ്പോൾ എല്ലാവരും കേട്ടില്ലേ? അപ്പോൾ ഖുറാൻ്റെ അകത്ത് നിന്നെപ്പോലെ നിൻ്റെ അയൽവാസികളെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു വരി കാണിച്ചു തരാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒരു ആയത്ത് എടുത്തിട്ട് കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം എന്ന് പറയുന്ന പല ആയത്തുകളുണ്ട്. ഇതിനകം പലരും അതിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ അയൽവാസികളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടതായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്, ഈ ആയത്ത് എടുത്തിട്ട്. അപ്പോൾ ഇത് എല്ലാവരും ഷെയർ ചെയ്തിട്ട് ഇതൊന്ന് വൈറലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ, അപ്പോൾ അവൻ്റെ വീഡിയോ ഒരു 2 ലക്ഷത്തിൻ്റെ പുറത്ത് ആളുകൾ കണ്ടിരിക്കണം. അപ്പോൾ ഈ ആളുകളുടെയൊക്കെ ചിലരുടെങ്കിലും മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും ഖുർആനെതിരായിട്ട് എന്തെങ്കിലും തോന്നിക്കൂടാന്നില്ല നമ്മുടെ മുസ്ലിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അതിനില്ലാതാക്കാൻ വേണ്ടിയാണ്. അപ്പം ഇങ്ങനൊരു ആയത്ത് ഖുർആനിൽ ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വൈറലാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ ആയത്തിൽ ഇപ്പം എന്താ പറയുക, അപ്പോൾ മൈത്രേയനെ പറ്റി ഖുർആനിൽ പറയുന്ന മൈത്രേയനെ പറ്റി എന്ന് പറഞ്ഞാൽ അവനെപ്പോലത്തെ ആളുകളെ പറ്റി ഖുർആനിൽ പറയുന്ന
ഖുർആനിൽ പറയുന്നത് നോക്കുക, അള്ളാഹ് പറയുന്നത് ഖാല ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സ്വാഗിരീൻ ഖാല അൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ ഖാല ഇന്നക മിനൽ മുൻദരീൻ ഖാല ഫബിമാ അഗ്വൈതനീ ലഅഖ്ഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين قال اخرج منها مذءوما مدحورا لمن تبعك منهم لأملأن جهنم منكم أجمعين. അപ്പോൾ ഇത്രയും ആയത്ത് അള്ളാഹു ഖുർആനിൽ മൈത്രേയനെ പറ്റി, മൈത്രേയൻ്റെ പോലെയുള്ള ആളുകളെ പറ്റി പറയുന്നതാണ്. എന്തെന്നാ, ആദം നബിയെ സൃഷ്ടിച്ച് അള്ളാഹു ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞു. അപ്പോൾ ഇബ്ലീസ് അല്ലാത്തവരെല്ലാവരും സുജൂദ് ചെയ്തു. അപ്പോൾ ഇബ്ലീസിനോട് അള്ളാഹ് ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദാ അമർതുക, ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ നീ മാത്രം എന്താ അങ്ങനെ സുജൂദ് ചെയ്യാതിരുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഖാല അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ ഖൈറുള്ളവനാണ്, ശ്രേഷ്ഠനാണ്. ഖലഖ്തനീ മിൻ നാരിൻ, എന്നെ തീ കൊണ്ട് സൃഷ്ടിച്ചു. വ ഖലഖ്തഹു മിൻ തീൻ, ആദമിനെ നീ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് മണ്ണിനേക്കാൾ ശ്രേഷ്ഠത തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനാണ് എന്നുള്ള തരത്തിൽ അഹംഭാവം നടിച്ചു. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഖാല ഫഹ്ബിത് മിൻഹ, എന്നാ ഈ ഇവിടുന്ന് പോയിക്കോ. ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹ, ഇവിടെ എനിക്ക് അഹങ്കരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥലമല്ല. ഖാല ഫഖ്റുജ് ഇന്നക മിനൽ സ്വാഗിരീൻ, നീ കടക്ക് പുറത്ത്, നീ മിനസ് സ്വാഗിരീൻ, നീ നിന്ദരിൽപ്പെട്ടവനാണ്. ഖാല, അപ്പോൾ അള്ളാഹു അവനെ നിന്ദിച്ചു, ലാനത്താക്കി, ശപിച്ചു. അപ്പോൾ ആ ശപിച്ച ആ സന്തതികളിൽ പെട്ടവനാണ് ഈ മൈത്രേയൻ, രവിചന്ദ്രൻ, അതുപോലെ ജബ്ബാർ മാഷ്, പിന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട്, ആരിഫ് ഹുസൈൻ, ജാമിദ ടീച്ചർ, ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഗ്രൂപ്പിൽ പെട്ടവരാണ്. അപ്പോൾ ഇവരെയൊക്കെ അള്ളാഹു ഇതിനു വേണ്ടി ആക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ ആളുകളെ വഴി തെറ്റിക്കാൻ വേണ്ടി ആക്കിയിട്ടുള്ളതാണ്. അവരുടെ ഷെറിൽ പെടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനത്തെവർക്കാണ് പരലോക ജീവിതം, ഈ ദുനിയാവി ജീവിതത്തിലൊക്കെ സുഖം, ഐശ്വര്യം, സ്വർഗമൊക്കെ ഉണ്ടാവുക, കിട്ടുക. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞ്, അപ്പോൾ ഇവർ പറഞ്ഞു, ശൈത്താൻ പറഞ്ഞു, ഇബ്ലീസ് പറഞ്ഞു, അപ്പം അങ്ങനെയാണെങ്കിൽ എന്നെ നീ യൗമ യുബ്അസൂൻ, നീ മരിച്ച എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന ആ ദിവസം വരെ നീ എന്നെ മരിപ്പിക്കാതെ, നീ എന്നെ എനിക്ക് ഒരു കേടും തട്ടാതെ നീ എന്നെ ജീവിപ്പിക്കണം. അങ്ങനെ അപ്പോൾ അള്ളാഹ് അങ്ങനെ വരം കൊടുത്ത്, ഇന്നക മിനൽ മുൻദരീൻ, ശരി, എനിക്ക് അതുവരെ ആൾക്കാരെ പഴപ്പിക്കാം. എന്നാൽ ഖാല ഫബിമാ അഗ്വൈതനീ ലഅഖ്ഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ ഞാൻ എൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ അവിടെ ഞാൻ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് മിൻ ബൈനി ഐദീഹിം, അപ്പോൾ നിൻ്റെ സൃഷ്ടികളുടെ, നിൻ്റെ അടിമകളുടെ അടുത്തേക്ക് ഞാൻ അവരുടെ ഇടത്തുനിന്നും വലത്തുനിന്നും മുന്നിലും പിന്നിലും ഒക്കെ ഞാനുണ്ടാവും അവരെ പഴപ്പിക്കാൻ. അങ്ങനെ പഴപ്പിച്ചിട്ട് വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അപ്പോൾ അധികമൊന്നും ആൾക്കാരെ, അടിമകളെ എനിക്ക് ശുക്ർ ചെയ്യുന്നവരായിട്ട് കാണാൻ പറ്റില്ല എന്ന് അള്ളാഹുടെ ഇബ്ലീസ് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി ഇരിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ ഷെറിൽ പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനെ ഫഖ്റുജ് എന്നാ അപ്പോൾ അള്ളാഹ് പറഞ്ഞു, അങ്ങനെ ശരി, എന്നാ ഉഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറ ലമൻ തബിഅക മിൻഹും ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ. അപ്പം ഞാൻ എന്നോട് പിൻപറ്റിയവരെയൊക്കെ ഞാൻ നരകം
നടക്കും അവരെ കൊണ്ട്. അപ്പോൾ നീ ഇന്നോ പോയിക്കോ. അതാണ് ഈ മൈത്രേയൻ്റെ ഒക്കെ ഹിസ്റ്ററി. അപ്പോൾ നമ്മളിനി ആ ആയത്തൊന്ന് ഓതുക, എന്നിട്ട് ഞാൻ ഇത് നിർത്തുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്താൽ കുറേ ആളുകൾക്കിത് കിട്ടും. അവരുടെ തെറ്റിദ്ധാരണ, കുറേ ആൾക്ക് തെറ്റിദ്ധരിച്ചിട്ടുള്ള ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണം. ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. ആദ്യം തന്നെ തുടങ്ങുന്നത് വഅബ്ദുല്ലാഹ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ശൈഅ, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. വഅബ്ദുല്ലാഹ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കലും ഇതൊക്കെ അതിൽപ്പെട്ട്, ദുആ ചെയ്യലും ഒക്കെ അതിൽപ്പെട്ട്. അതായത് മറ്റ് സൃഷ്ടികൾക്ക് അള്ളാഹുവിന് മാത്രം നമുക്ക് ചെയ്തു തരാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു തരാൻ കഴിയും എന്ന് വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ പെട്ട്. മൊഹീദ്ദീൻ ശൈഖ് പറയുന്നത്, കം ഇലാഹൻ ഫി ഖൽബിക തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ തന്നെ നിൻ്റെ കൽബിൽ എത്ര ഇലാഹുമാരുണ്ട് എന്നാണ് മൊഹീദ്ദീൻ ശൈഖ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചത്. അപ്പോൾ ആ മൊഹീദ്ദീൻ ശൈഖിനെയാണ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് 1000 പ്രാവശ്യം മൊഹീദ്ദീൻ ശൈഖെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് പറയണത്. ആ മൊഹീദ്ദീൻ ശൈഖ് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയുന്ന സമയത്ത് തന്നെ നിൻ്റെ കൽബിൽ എത്ര ഇലാഹുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഇലാഹും പാടില്ല, അല്ലാതെ വേറൊരു ഇലാഹ് പാടില്ല എന്നാണ് മൊഹീദ്ദീൻ ശൈഖ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്ത്, പിന്നെ ഇതിൻ്റെ അടുത്ത ഈ ആയത്തിൽ തന്നെ പിന്നെ അടുത്തത് വബിൽ വാലിദൈനി ഇഹ്സാനും വബിദിൽ ഖുർബ വൽ യതാമ. വബിൽ വാലിദൈനി, രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, ഇഹ്സാന ഗുണം ചെയ്യണം. പിന്നെ ആർക്കാ ഗുണം ചെയ്യേണ്ടത്? വബിദിൽ ഖുർബ, ബന്ധുക്കൾക്ക് ഗുണം ചെയ്യണം. വൽ യതാമ, അനാഥർക്കും ഗുണം ചെയ്യണം. അപ്പോൾ സാധാരണത്തെ പോലെ ഇതിൽ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടുന്നവർക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ പഠിക്കാവുന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ അടുത്ത സെൻറ്റൻസ്, പിന്നെ ആർക്കൊക്കെ ഗുണം ചെയ്യേണ്ടത്? വൽ മിസ്കീനി വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി. അപ്പോൾ ഇവിടെ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. ഈ ഇഹ്സാന എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഗുണം ചെയ്യുക എന്ന് പറയുന്നത് ഈ ബാക്കി ഈ പറയുന്നതിൽക്കൊക്കെ ബാധകമാണ്. വബിദിൽ ഖുർബ, കുടുംബങ്ങൾക്ക്, അനാഥർക്ക്, പിന്നെ ഇതിൽ പറയുന്ന മിസ്കീന്, പിന്നെ ജാരിദിൽ ഖുർബ, അടുത്ത ബന്ധമുള്ള അയൽവാസിക്ക്, പിന്നെ വൽ ജാരിൽ ജുനുബി, ബന്ധമില്ലാത്ത അയൽവാസിക്കും. അപ്പോൾ അയൽവാസികൾ കംപ്ലീറ്റ്, അയൽവാസികൾ ആരാന്ന് നോക്കണ്ട, അവർക്കൊക്കെ ഗുണം ചെയ്യണമെന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ ഇത് മൈത്രേയൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഇത് കണ്ടാലും അവരുടെ ഉദ്ദേശമൊക്കെ വേറെയാണ്. ഖുർആനെ എങ്ങനെയെങ്കിലും, മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ഷെറിലാരും പെട്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ അയൽവാസികൾക്ക് യേശുക്രിസ്തു പറഞ്ഞ പോലെ അയൽവാസികൾക്ക് നിൻ്റെ അയൽവാസികളെ പോലെ നിന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ആ ഒരു ഇതാ ഇവിടെ ഈ ആയത്ത് വന്നു. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി. ഇനിയിപ്പോൾ മൈത്രേയൻ്റെ അയൽവാസികളെ സ്നേഹിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, മൈത്രേയന് പിന്നെ ഈ നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലതല്ല മൈത്രേയൻ്റെ നല്ലത്. മൈത്രേയൻ്റെ ഇതനുസരിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല. ഒരു പെണ്ണും ആണും കൂടി ഒരുമിച്ച് ജീവിക്കണം, കല്യാണം കഴിക്കാതെ തന്നെ. ഒരു കെട്ടുപാടും പാടില്ല. അപ്പോൾ നമ്മുടെ നല്ലതല്ല മൈത്രേയൻ്റെ നല്ലത്. പിന്നെ ആരിനെ വേണമെങ്കിലും കിടക്ക പങ്കിടാൻ വിളിക്കാം. അതായത് മകളായാലും ശരി, ആരായാലും ശരി, അത് സമ്മതം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ നല്ലതല്ല മൈത്രേയൻ്റെ നല്ലത്. അപ്പോൾ ആ നിലയ്ക്ക്
ആ നിലയ്ക്കിപ്പോൾ എങ്ങനെയാണ് അയൽവാസികളോട് ഗുണം ചെയ്യുക എന്ന് മൈത്രേയൻ്റെ ആ രീതിയിലും ഗുണം ചെയ്യാൻ ഖുർആനിലില്ല. മൈത്രേയൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ അയൽവാസികൾക്ക് ഗുണം ചെയ്യുന്ന ആ ഒരു രൂപം ഖുർആനിലുണ്ടാവില്ല എന്ന് പറയണം. പിന്നെ അടുത്തത് പിന്നെ ആർക്കാണ്? വസ്വാഹിബി ബിൽ ജംബി, സ്നേഹത്തിന്, സഹവാസികൾക്ക്, അവനവനായിട്ട് സഹവസിക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്യണം. പിന്നെ ഒബിന് സബീലി, യാത്രക്കാർക്ക് ഗുണം ചെയ്യണം. പിന്നെ ഒമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമയാക്കിയവർ. വലങ്കൈ ഉടമയാക്കിയവർ എന്ന് പറഞ്ഞാൽ അടിമകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കാരണം മുഹമ്മദ് നബിയുടെ കാലത്ത് അടിമ കച്ചവടം മുഹമ്മദ് നബിക്ക് മുമ്പും മുഹമ്മദ് നബി വന്ന ആ കാലത്തും അടിമക്കച്ചവടം വളരെ തകൃതിയായിട്ട് ഒരു വലിയ ഒരു സാമ്പത്തിക സ്രോതസ് തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് അറബികളുടെ അടിമക്കച്ചവടം. അപ്പോൾ അത് മുഹമ്മദ് നബിക്ക് ഒറ്റയടിക്കാണ്ട് നിർത്താനൊന്നും അന്ന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരടിമയെ വാങ്ങിച്ച് അവനെ സ്വതന്ത്രനാക്കി വിട്ടാൽ ഇന്ന പ്രതിഫലമുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ അങ്ങനെ അടിമകളെ വാങ്ങിച്ച് സ്വതന്ത്രരാക്കി വിട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ എന്തെങ്കിലും വളരെ വലിയൊരു തെറ്റ് ചെയ്താൽ അതിന് പൊറുക്കാൻ വേണ്ടി അത് അള്ളാഹുവിനോട് പൊറുക്കാൻ തേടുന്നതിനൊപ്പം അടിമകളെ മോചിപ്പിക്കുക, അങ്ങനെയുള്ള സമ്പ്രദായമൊക്കെ നിലവിൽ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയാണ് ഈ അടിമ കച്ചവടം മെല്ലെ ആയിട്ട് നിർത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഇനി ആരും പറയണ്ട അത് ആ ഖുർആനിൽ അടിമ കച്ചവടം ഉണ്ടെന്ന്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അത് ഖുർആൻ്റെ കുഴപ്പമല്ല, അത് അന്നത്തെ ആ ജീവിത രീതിയായിരുന്നു ആളുകളുടെ. അതുകൊണ്ടല്ലേ യൂസുഫ് നബിനെ ആ കിണറ്റിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ മാർക്കറ്റിൽ വിറ്റത്. അന്നത്തെ കാലത്ത് അത് മുഹമ്മദ് നബിക്കൊക്കെ എത്രയോ മുമ്പാണ്. അപ്പോൾ അതെങ്ങനെ അത് കാലം പണ്ട് മുതലേ തുടർന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് മനുഷ്യനെ വിൽക്കലും മേടിക്കലും ഒക്കെ. അപ്പോൾ അത് ഖുർആൻ്റെ കുഴപ്പമല്ല എന്ന് ഞാൻ ഇവിടെ ഉണർത്തിക്കുകയാണ്. മുഹമ്മദ് നബിയുടെയും കുഴപ്പമല്ല, അന്നത്തെ സമ്പ്രദായം അങ്ങനെ ആയിരുന്നു. പക്ഷേ അത് ക്രമേണ ഇല്ലാതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാശ്ചാത്യരെയാണ് പിന്നെ അങ്ങനെ കൂടുതൽ അടിമകളെ വെച്ചുകൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വസ്വാഹിബി ബിൽ ജംബി വബിന് സബീലി ഒമാ മലക്കത്ത് അയ്മാനക്കും. പിന്നെ അപ്പോൾ ഇങ്ങനത്തെവർക്കൊക്കെ ഗുണം ചെയ്യണം. യാത്രക്കാർക്ക്, അടിമകൾക്ക്, പിന്നെ സ്വന്തം സഹവാസത്തിലുള്ളവർക്ക്, പിന്നെ അയൽവാസികൾക്ക്, പിന്നെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. ഇന്നല്ലാഹ തീർച്ചയായിട്ടും അള്ളാഹു ലാ യുഹിബ്ബു ഇഷ്ടപ്പെടുകയില്ല മൻകാന മുഖ്താലൻ ഫഖൂറ, അഹംഭാവികളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. അഹംഭാവികൾ അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വയം കിബിർ നടിച്ച് നടക്കുന്നവർ, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആയത്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.